KPCC അധ്യക്ഷ പദവിക്കായി നേതാക്കളുടെ ചരടുവലി തുടരുന്നു. ഗ്രൂപ്പുകളുടെ പിന്തുണയോടെയും അല്ലാതെയും 1/2 ഡസനിലധികം നേതാക്കളാണ് പദവിക്കായി നീക്കം നടത്തുന്നത്. കൊടിക്കുന്നിൽ സുരേഷ്, ബെന്നി ബെഹനാൻ, ആന്റോ ആന്റണി, ഷാഫി പറമ്പിൽ, ജോസഫ് വാഴക്കൻ തുടങ്ങി പദവി ലക്ഷ്യമിട്ട് മുന്നിലുള്ളത് നിരവധി നേതാക്കളാണ്. തർക്കം മുറുകുമ്പോഴും ഹൈക്കമാൻഡ് ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല. വിവരങ്ങളുമായി നിർഭൻ ചക്രവർത്തി ചേരുന്നു. നിർഭൻ, കോൺഗ്രസിൽ ഒരു പദവിക്കായുള്ള അടിപിടിയും ചരടുവലിയും പുതിയതല്ല. പക്ഷേ ഏതൊക്കെ നേതാക്കന്മാരാണ് ഇപ്പോൾ ഈ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്? എന്തായിരിക്കും ഹൈക്കമാൻഡിന്റെ നിലപാട് അടക്കം സമഗ്രതയിലേക്ക് പോയാൽ? തീർച്ചയായും അജിത് ഷാദ് തന്നെ മുഖവരായി പറഞ്ഞതുപോലെ 1/2 ഡസനിലധികം നേതാക്കൾ ഈ പദവിക്ക് വേണ്ടി ഊഴം കാത്തിരിപ്പുണ്ട്. അതിൽ കൊടിക്കുന്നിൽ സുരേഷ് ഉണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട KC വേണുഗോപാൽ പിന്തുണയ്ക്കുന്ന ബെന്നി ബെഹനാനുണ്ട്, ഒപ്പം തന്നെ ഒരു നിര VS ശിവകുമാർ അടക്കം വരുന്ന, ജോസഫ് വാഴക്കൻ അടക്കം വരുന്ന ഒരു നിര നേതാക്കൾ, ഒപ്പം തന്നെ NK രാഘവനെ പോലെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ. അദ്ദേഹത്തിന് സ്വന്തം താല്പര്യമുണ്ട്, ഇഷ്ടമുണ്ട് ഈ പദവിയിലേക്ക് വരാൻ. രാജ്ഭവൻ ഉണ്ണിത്താൻ KPCC അധ്യക്ഷനാകണമെന്ന കാര്യം അദ്ദേഹം പരസ്യമായി നിലപാട് സ്വീകരിച്ച നേതാവാണ്. അങ്ങനെ ഒരു നിര നേതാക്കൾ ഈ ഊഴവും കാത്ത് ഉടുപ്പ് തയ്പ്പിച്ചു വെച്ച് കാത്തിരിപ്പുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. കേരളത്തിൽ നിന്ന് ഒരു സമവായം ഉണ്ടാക്കിയെടുക്കണം എന്നതാണ് നേതാക്കളുടെ നിലപാട്. അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിന്റെ ചുമതലയുള്ള സംഘടന IICC ജനറൽ സെക്രട്ടറിയും കേരളത്തിന്റെ ചുമതലയുള്ള നേതാവായിട്ടുള്ള ദീപാദാസ് മുൻഷി കേരളത്തിൽ കഴിഞ്ഞ ദിവസം എത്തിച്ചേർന്നു. അവർ മുതിർന്ന നേതാക്കളുമായി വിവിധ ഘട്ടങ്ങളിലായി വെവ്വേറെ ആശയവിനിമയം നടത്തുന്നുണ്ട്. ഔദ്യോഗികമായ ചർച്ചകൾ KPCC ആസ്ഥാനത്ത് ആരംഭിച്ചിട്ടില്ല. പക്ഷേ UDF കൺവീനർ, ഒപ്പം തന്നെ മുൻ KPCC അധ്യക്ഷന്മാർ, നിലവിലുള്ള സീനിയർ നേതാക്കളായിട്ടുള്ള രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളുമായി ആശയവിനിമയം നടത്തുന്നു. ഈ മാസം 10-ാം തീയതിയാണ് വിദേശ പര്യടനം പൂർത്തിയാക്കി രാഹുൽ ഗാന്ധി ദില്ലിയിലേക്ക് തിരിച്ചെത്തുക. അദ്ദേഹം ഇപ്പോൾ വിദേശത്താണ് ഉള്ളത്. ദില്ലിയിൽ അദ്ദേഹം തിരിച്ചെത്തിയ ശേഷം ദീപാദാസ് മുൻഷി ഇവിടെ നിന്ന് എടുത്ത അഭിപ്രായങ്ങൾ ദില്ലിയിലെത്തി നേതാക്കളെ അറിയിക്കും. അതിനുശേഷം അടിയന്തരമായി KPCC അധ്യക്ഷനെ ഉടൻ തീരുമാനിക്കണമെന്ന ധാരണ തന്നെയാണ് നേതാക്കൾക്ക് ഇടയിലുള്ളത്. ഇപ്പോൾ KPCC ആസ്ഥാനത്ത് C കേശവന്റെ ചരമവാർഷിക ദിനമാണ്. അവിടെ പുഷ്പാർച്ചന അർപ്പിക്കുകയാണ്. അവിടെ UDFന്റെ കൺവീനറുണ്ട്, ഒപ്പം തന്നെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉണ്ട്, AP അനിൽകുമാറുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം K മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ KPCC ആസ്ഥാനത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ ഔദ്യോഗികമായി ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല എങ്കിലും നേതാക്കൾ തമ്മിലുള്ള ആശയവിനിമയം ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ KPCC പ്രസിഡന്റ് പദവിയിലേക്ക് ഒരു മാനദണ്ഡം, അതായത് ഒരാൾക്ക് ഒറ്റ പദവി എന്ന മാനദണ്ഡം ഇന്നലെ സണ്ണി ജോസഫ് അതേ സംബന്ധിച്ച് അതൊരു കീഴ്വഴക്കമായി കാണേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞു. അത് എന്തിന്റെ ലക്ഷണമായിരിക്കും അങ്ങനെ സണ്ണി ജോസഫ് പറയാൻ കാര്യം? തീർച്ചയായും ഒരാൾക്ക് ഒറ്റ പദവി എന്ന തരത്തിലുള്ള ഒരു അഭിപ്രായം പ്രത്യേകിച്ച് ജോസഫ് വാഴക്കന്റെ കാര്യത്തിൽ അത് വലിയ രീതിയിൽ ഉയർന്നു വന്നിരുന്നു. കാരണം ബെന്നി ബെഹനാൻ MP ആണ്, കൊടിക്കുന്നിൽ സുരേഷ് MP ആണ്. ജോസഫ് വാഴക്കനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായി ഈ പ്രവർത്തന രംഗത്തുള്ള മറ്റ് പദവികളില്ലാത്ത ഒരാളെ തന്നെ ഉൾപ്പെടുത്തണം എന്ന തരത്തിലാണ് രമേശ് ചെന്നിത്തല ജോസഫ് വാഴക്കന്റെ പേര് മുന്നോട്ട് വെച്ചത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ആ അഭിപ്രായം പ്രസക്തമാണ്. അങ്ങനെ ഒരു മാനദണ്ഡത്തിന്റെ ആവശ്യമില്ല. നിലവിലുള്ള സാഹചര്യത്തിൽ ഏറ്റവും ഭംഗിയായി സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ള പക്വതയുള്ള ഏവർക്ക് സ്വീകാര്യനായിട്ടുള്ള ഒരാളെ തന്നെ ഉൾപ്പെടുത്തണം എന്ന നിലപാടാണുള്ളത്. അങ്ങനെയാണെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷിനോ ഒപ്പം തന്നെ ബെന്നി ബെഹനാനോ സാധ്യത വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ആരായിരിക്കും എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ സ്വാഭാവികമായും KC വേണുഗോപാലായിരിക്കും. ദില്ലിയിലേക്ക് ചർച്ചകൾ വരുമ്പോഴേക്കും അവിടെ KC വേണുഗോപാലിന്റെ നിലപാട് ഏറെ നിർണായകമായിരിക്കും. രാഹുൽ ഗാന്ധി എത്തിയ ശേഷം ഇവിടുത്തെ നേതാക്കൾ അന്തിമ ചർച്ചയ്ക്കായി മുഖ്യമന്ത്രി VD സതീശൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, UDF കൺവീനർ അടൂർ പ്രകാശ്, ഒപ്പം തന്നെ വർക്കിംഗ് പ്രസിഡന്റുമാരായിട്ടുള്ള ഷാഫി പറമ്പിൽ, MP അനിൽകുമാർ, PC വിശ്വനാഥ് എന്നിവരെ കൂടി ദില്ലിയിലേക്ക് വിളിപ്പിക്കും. ഒപ്പം തന്നെ മുൻ KPCC അധ്യക്ഷന്മാരോടും അഭിപ്രായം തേടും. അത് കഴിഞ്ഞ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് VS സുധീരനെയും മുല്ലപ്പള്ളി രാമചന്ദ്രനെയും അടക്കമുള്ള നേതാക്കൾ അഭിപ്രായം തേടിയിരുന്നു. VS സുധീരനെ അടക്കം ദില്ലിയിലേക്ക് വിളിപ്പിച്ചിരുന്നു. അതുപോലെ വീണ്ടും മുൻ KPCC അധ്യക്ഷന്മാരെ അടക്കം ദില്ലിയിലേക്ക് വിളിപ്പിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ അടിയന്തരമായി ഒരു KPCC അധ്യക്ഷനെ കണ്ടെത്തണമെന്ന നിലപാടിലാണ്. വിവാദ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് അതിനുശേഷമായിരിക്കും. അതുകൊണ്ട് വിവാദ വിഷയങ്ങൾ എപ്പോഴാണ് ചർച്ച ചെയ്യുമെന്ന ചോദ്യത്തിനോട് പല നേതാക്കൾ അനൗദ്യോഗികമായി പ്രതികരിക്കുന്നത്. ആദ്യം KPCC അധ്യക്ഷൻ വരട്ടെ, അതിനുശേഷം ആ കമ്മിറ്റി ആയിരിക്കും വിവാദ വിഷയങ്ങൾ ചർച്ച ചെയ്ത് സർക്കാരും ഒപ്പം തന്നെ പാർട്ടിയും ഏകോപനം മുന്നോട്ട് പോകുന്ന തരത്തിൽ ഒരു ഏകോപന സമിതി അടക്കം രൂപീകരിക്കുന്ന കാര്യം ആലോചിക്കുക എന്നതാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. അജിത് ഷാ. ശരി, നിർഭൻ ചക്രവർത്തിയാണ് വിശദാംശങ്ങൾ നൽകിയത്. KPCC അധ്യക്ഷ പദവിക്കായി ചരടുവലികൾ, ഗ്രൂപ്പ് തിരിഞ്ഞ് നേതാക്കളുടെ സമ്മർദ്ദം ഹൈക്കമാൻഡിലേക്കാണ് കാര്യങ്ങളെത്തുക. KC വേണുഗോപാലിനടക്കം നിർണായകമായ സ്വാധീനം ഈ വിഷയത്തിൽ ഉണ്ടാകും. പക്ഷേ
ഹൈക്കമാൻഡ് എന്താണ് ഉദ്ദേശിക്കുന്നത്, ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സ് തുറന്നിട്ടില്ല. ഈ ഒരു സാഹചര്യമാണ് കൂടിയാലോചനകൾ, ചരടുവലികൾ ഉള്ളിൽ നടക്കുന്നു. സമഗ്ര വിവരങ്ങളാണ് നിർഭൻ ചക്രവർത്തി നൽകിയത്.